ആരാ? ഞാനേ അരവിന്ദ്. കഴിഞ്ഞ ആഴ്ച കൂട്ടുകാരൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നപ്പോഴേ ബസ് സ്റ്റോപ്പിൽ നിന്ന് പരിചയപ്പെട്ടായിരുന്നു. എന്തായാലും മോൻ പുറത്തുനിന്ന് വർത്താനം പറയാൻ ഉള്ളിൽ കയറിയിരിക്കും. അമ്മേ ആരെന്താന്ന് പറയണ്ട, അമ്മ പിടിച്ച് അകത്ത് കയറ്റിയിരുത്താണോ? മോനിരിക്കേ. എന്നെ കാണുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പക്കാരനോട്ടൊക്കെ തോന്നുന്നു. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടന്നതേ. എന്തായാലും മോൻ ഇവിടം വരെ വീട് അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവാണ്ടിരിക്കില്ല എന്ന് തോന്നുന്നു. എന്താ അമ്മ? എന്തായാലും ഞാനൊരു റിട്ടയർഡ് ടീച്ചറല്ലേ അഞ്ജു. ആ, അഞ്ജു എന്നാണോ പേര്? അല്ല, അഞ്ജലിന്നാ. ഞാനേ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. എനിക്കൊരു ഏട്ടനാണുള്ളത്. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ അഞ്ജലിയുടെ പുറകെ നടന്നത്. ബ്രദറോ? കൊള്ളാം, നല്ല ടേസ്റ്റ്. ആഹാ, അപ്പൊ ഏട്ടന് വേണ്ടിട്ടായിരുന്നോ ഇത്രയും നാള് ചീത്ത കെട്ടി നടന്നത്? ഇയാളുടെ ഏട്ടൻ എന്താ? നിങ്ങളുടെ നാട്ടിൽ പെണ്ണൊന്നും കിട്ടില്ലേ? പറയാൻ പറ്റില്ല. ഇയാളുടെ ഏട്ടൻ. അഞ്ജലി പ്ലീസ്, എൻ്റെ ഏട്ടൻ നല്ലൊരാളാ. അഞ്ജലി അന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞത് വയ്യാതെ കിടക്കുന്ന ആളാണെങ്കിലും കല്യാണം കഴിക്കാൻ ഓക്കെ ആണെന്ന്. അങ്ങനെയുള്ളവർക്ക് സ്നേഹം കൂടുന്നു. എൻ്റെ ഏട്ടൻ എപ്പോഴും സ്നേഹമുള്ള ഒരാളാണ്. ഒരു ആക്സിഡന്റിന് ശേഷം ആൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. കയ്യിനൊന്നും കുഴപ്പമില്ല. പുള്ളി ഒരു ആർട്ടിസ്റ്റാ. ഇപ്പം വീൽ ചെയറിലാണ്. മോനെ നീറ്റേ, അവളെ എന്തെങ്കിലും പൊട്ടത്തരൊക്കെ വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് ഇതൊക്കെ ഇവിടെ വന്ന് പറയത്തിരി ധൈര്യം വേണ്ടേ? അമ്മയ്ക്ക് ഇതെന്താ? ഇവൻ ചുമ്മാ ഡ്രാമ കളിക്കുക. ഈശ്വര, എന്തൊക്കെ തരം ആൾക്കാരെ ഒരു ഫ്രോഡ് തരായിട്ട് വന്നോളും. അയ്യോ അയ്യോ, ഞാൻ പറഞ്ഞതൊക്കെ സത്യ. അമ്മതിൻ്റെ അഡ്രസ്സ് ഞാൻ ഈ അഡ്രസ്സ് ഇവിടെ വയ്ക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നാൽ അന്വേഷിക്കാമല്ലോ. അവന്റെ ഒരു അഡ്രസ്. ഇവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ?